അലർജിക് റിയാക്ഷൻ കൊണ്ടുണ്ടാവുന്ന ചൊറിച്ചിലും അതുപോലെ തന്നെ പുഴു അരിച്ചതുപോലെ തണർത്തു പൊങ്ങുന്നതും. അപ്പോൾ ഇതിന് നമ്മൾ അട്രിക്കേരിയ അല്ലെങ്കിൽ ശീതപിത്ത എന്ന ആയുർവേദത്തിൽ പറയും. ഈ ഒരു അവസ്ഥ ഹൈസ്, അതായത് നമുക്ക് ഈ ചൊറിഞ്ഞ് തടിച്ചു പൊങ്ങി വരുന്ന ഒരവസ്ഥ, അത് കൂടുതൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവുകയും അതുവഴി നമുക്ക് ഒരുപാടേറെ ബുദ്ധിമുട്ടുകൾ, വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നത്, തല കറങ്ങുന്നത് പോലെ വരുന്നത്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്നത്, കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ അമിത അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ശീതമാരുത സംസ്പർശാത് പ്രദുഷ്ടോ കഫമാരുതൈഹി എന്ന് മാധവ നിദാനത്തിൽ പറയുന്നുണ്ട്. ഇത്തരം ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഇതിനെക്കുറിച്ചിട്ട് ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പാത്തോളജി പറയുന്നുണ്ട്. അതായത് ശീതമാരുത, തണുപ്പുള്ള കാറ്റടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട്. അതായത് കാലാവസ്ഥ മാറുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഹോട്ട് അട്രിക്കേരിയ എന്ന് പറയും, ചൂടേറ്റ് വെയിലേറ്റ് കഴിഞ്ഞാൽ തണർത്ത് പൊങ്ങാം, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വിയർത്ത് കഴിഞ്ഞാൽ ഇത് വരാം, അല്ലെങ്കിൽ ബോഡി കൂടുതൽ തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നം വരാം, ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ബോഡിയിൽ ഉണ്ടാവുന്ന ചൂട് കാരണം ഇത് വരാം, അത്തരം പ്രഷർ കൊണ്ടുവരുന്നതുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, പെർഫ്യൂം അല്ലെങ്കിൽ വാഷിംഗ് പൗഡർ, ഇതിൻ്റെയൊക്കെ സ്മെല്ല് കൊണ്ടോ ഒക്കെ തന്നെ നമുക്കിത് വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്റ്റ് ബൈറ്റ് കൊണ്ടാവാം, നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് അല്ലെങ്കിൽ മെഡിസിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സോർ ത്രോട്ട്, തൊണ്ട വേദന കൊണ്ടോ, മറ്റുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ട്, UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇത്തരം കേസിലും ഇതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ തന്നെ ഇത് കണ്ടുവന്ന് വരാം. വാതകഫദോഷം കൂടിയിട്ടുണ്ടാവുന്ന കണ്ടീഷനിൽ ഈ പ്രശ്നം വരാട്ടോ. അതുകൊണ്ട് തന്നെ കൃമി രോഗങ്ങൾ, നമ്മൾ മധുരം കൂടുതൽ കഴിച്ചാൽ ഇതൊരു കാരണമായി കാണാറുണ്ട്. അതുകൊണ്ട് മധുരം ഒഴിവാക്കുക. തണുപ്പടങ്ങിയ, കഫം കൂട്ടുന്ന രീതിയിലുള്ള തണുപ്പടങ്ങിയ ആഹാരങ്ങൾ, അതിൽ തൈരൊക്കെ തന്നെ ഉൾപ്പെടും. അതൊക്കെ ദിവസവും കഴിക്കുന്നത് ഇത്തരക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇത്തരം ആളുകൾ മാത്രമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം പിന്നെ നമ്മുടെ കഫം കൂടുന്നത്, പകലുറക്കം ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഒക്കെ തന്നെ മൂലകാരണം അല്ലെങ്കിൽ അതിന് ഉദ്ഭവസ്ഥാനം എന്ന് പറയുന്ന ആമാശയമാണെന്നാണ് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള പഴങ്ങളും നന്നായിട്ട് വേവിച്ചിട്ടുള്ള പച്ചക്കറികളും ഒക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം, മറക്കരുത്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾ. പിന്നെ നമ്മൾ പറയുന്നത് ബ്ലഡ് പ്യൂരിഫിക്കേഷനും അതുപോലെ തന്നെ ശമന ഔഷധീസൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ പുറമേക്ക് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതുണ്ട്. ഉള്ളിലേക്ക് കഴിക്കുന്ന ചില മരുന്നുകൾ ഇത്തരം ദോഷങ്ങളെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ അതൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. തണുപ്പുള്ള ഐസ് ക്യൂബ് ആണെങ്കിലും അതൊരു ടവലിൽ പൊതിഞ്ഞിട്ട് ആ ഭാഗങ്ങളിൽ ഒരുപാട് പ്രസ് ചെയ്യരുത്, മൈൽഡായിട്ടൊന്ന് തൊട്ട് കൊടുക്കാനേ പാടുള്ളൂ.